ദിവസം മരണശേഷം ആൾ പറയണത് എൻ്റെ ഇമേജ് ഇതോടുകൂടി മാറണം, ആ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മാറണം, അപ്പൊ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിച്ചാണ്ട് വീട്ടിൽ പോകുന്ന നടക്കാം. വീട്ടിൽ പോകുന്ന വീൽ ചെയറിന്റെ ആവശ്യമില്ല, ഡോക്ടർ ഓൾറെഡി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോയി സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കം അത് ക്രിയേറ്റ് ചെയ്ത സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹേഷിന്റെ സുഹൃത്തുക്കളെ നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിനു അടിമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതായത് ബിനു അടിമാലിക്ക് ആരെ വേണമെങ്കിലും വലിച്ചു കയറാം, ആരെ വേണമെങ്കിലും ബോഡി ഷെയ്മിങ് നടത്താം, ഒരു കുഴപ്പവുമില്ല. പക്ഷെ അദ്ദേഹത്തെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴവൻ്റെ സ്വഭാവം മാറും എന്നുള്ളതാണ്. നിരവധി പേരെയാണ് ഈ മനുഷ്യൻ കണ്ണീര് കുടിപ്പിച്ചിട്ടുള്ളത്. അവസാനം നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ മഞ്ജു പത്രൂസിനോട് പറഞ്ഞ കാര്യങ്ങളും അതിലൂടെ ഇദ്ദേഹത്തിന് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളും പ്രശ്നങ്ങളും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നതൊക്കെ നമുക്കറിയാം. എന്തിനധികം പറയുന്നു, ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് സ്റ്റേജ് ഷോ അവതരിപ്പിക്കുമ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ കൂവി വിട്ട മഹാനാണ് ഈ ബിനു അടിമാലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും അദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയുമായ ഒരു വ്യക്തി ഇപ്പോൾ എല്ലാം തുറന്നു പറയാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഉണ്ട്. അതായത് ബാക്കിയൊക്കെ വിട്, അവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഭാഗമെന്ന് നമുക്ക് കരുതാം. പക്ഷേ ഇതൊരിക്കലും ആ മനുഷ്യൻ ചെയ്യാൻ പാടില്ലായിരുന്നു. വേറെ ഒന്നുമല്ല, കൊല്ലം സുധിയെ വെച്ചിട്ട് വരെ ഇദ്ദേഹത്തിൻ്റെ ഇമേജ് വീണ്ടെടുക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന് വീൽ ചെയറിൻ്റെ ആവശ്യമില്ലായിരുന്നു ആ വീട്ടിൽ പോകുമ്പോഴേ. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ സന്തത സഹചാരിയായ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തിയോട് പറയുകയാണ്, അവിടെ പോകുമ്പോൾ വീൽ ചെയർ വേണം, അതുമാത്രവുമല്ല കരച്ചിൽ വരുന്ന എന്തെങ്കിലും ഒരു സാധനം വേണം. അങ്ങനെ ഇതോടുകൂടിയിട്ട് എൻ്റെ നെഗറ്റീവ് ഇമേജ് മാറ്റിയെടുക്കണം, കാരണം ഞാൻ വലിയ സങ്കടത്തിലാണ് പോകുന്നത് എന്ന് തോന്നിപ്പിക്കണം. അത് കഴിഞ്ഞ് മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിലും കൂടി പോകണം എന്നാണ് ഈ ജിനീഷിനോട് ഈ വ്യക്തി പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പോൾ ജിനീഷിൻ്റെ ചെറിയൊരു ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം. അതായത് ആൾക്ക് ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് ഞാനാണ് പകല് ഫുൾ ടൈം ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത്. അതായത് ആളുടെ പല്ലേപ്പ് മുതല്, അതായത് ബാത്റൂമിൽ കൊണ്ടുപോകാനൊക്കെ ഞാനായിരുന്നു. പക്ഷേ ഇത് പല്ലേയും കണക്ക് പറയുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഞാൻ ആളെ നോക്കിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത ആളെ വീട്ടിൽ കൊണ്ടാക്കുന്നത് ഞാൻ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ആള് പറയണ എൻ്റെ അടുത്ത്, സുധിച്ചേൻ്റെ മരണശേഷം ആള് പറയണത് എൻ്റെ ഇമേജ് ഇതോടുകൂടി മാറണം, ആ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഇതോടുകൂടി മാറണം, അപ്പൊ അതനുസരിച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ സുധിച്ചേൻ്റെ വീട്ടിൽ പോകുന്ന നടക്കാം. വീട്ടിൽ പോകുന്ന വീൽ ചെയറിന്റെ ആവശ്യമില്ല, ഡോക്ടർ ഓൾറെഡി അതിന്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷെ അവിടെ പോയി സിമ്പതി കിട്ടാൻ വേണ്ടിട്ട് അവിടുന്ന് കാറിൽ നിന്ന് ഇറങ്ങുന്നത് അടക്കം അത് ക്രിയേറ്റ് ചെയ്ത സംഭവം. അത് കഴിഞ്ഞിട്ട് പിന്നെ മഹേഷിന്റെ വീട്ടിൽ പോയി. അപ്പൊ അവിടുന്ന് എന്നെ വിളിക്കണേ, ഞാൻ മഹേഷിന്റെ വീട്ടിൽ പോകണം, നമുക്ക് അവിടെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നു, അവിടെ നിന്ന് തുടങ്ങി വീഡിയോ എടുത്തു. വീഡിയോ ലാസ്റ്റാണ് ഫോട്ടോ എടുക്കണേ. അത് കഴിഞ്ഞ് മഹേഷിനോട് ഞാൻ വിളിച്ചു ചോദിച്ചു, ഇങ്ങനെ പോസ്റ്റ് ചെയ്യണമെങ്കിൽ കുഴപ്പമാണോ ചോദിച്ചപ്പോൾ മഹേഷ് പറഞ്ഞു, ചേട്ടാ വീഡിയോ പോസ്റ്റ് ചെയ്യണ്ട, സ്റ്റില്ല് മാത്രം ഇട്ടാൽ മതി പറഞ്ഞു. അപ്പോൾ ഈ ഇതാണ് എഡിറ്റ് ചെയ്ത് വന്നു. അപ്പൊ ഇത് ഓൾറെഡി അപ്ലോഡ് ചെയ്യാനുള്ള രീതിയിലായിരുന്നു. അപ്പൊ ആളുടെ യൂട്യൂബിൽ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ ഇത് വേണ്ടെന്ന് വെച്ചിട്ട് വേറെ ഒരു യൂട്യൂബ് ചാനൽ ഇടാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അത് മഹേഷ് ആള് പറഞ്ഞു വീഡിയോ അപ്ലോഡ് ചെയ്യണ്ട, സ്റ്റില്ല് മാത്രം ഇട്ടാൽ മതി. അങ്ങനെ സ്റ്റില്ല് മാത്രം ഇട്ടു. അത് കഴിഞ്ഞിട്ട് ആളൊരു ഫ്രണ്ട് ഉണ്ട്. നമ്മളൊക്കെ എന്താണ് കണ്ടത്? നമ്മളൊക്കെ കാണുന്നത് മഹേഷ് കുഞ്ഞുമോൻ്റെ വീട്ടിൽ പോകുന്നു, കള്ളക്കണ്ണീരൊഴിപ്പിക്കുന്നു. അയ്യോ എൻ്റെ സുധിയുടെ വീട്ടിൽ പോയിട്ട് എന്താണ് കാണിച്ചു കൂട്ടിയത് അദ്ദേഹം? അവിടെ കിടന്ന് കള്ളക്കണ്ണീരല്ലേ ഒഴുക്കിയിരിക്കുന്നത്. ഇപ്പോഴും ഇദ്ദേഹം പറയുന്നത് ശരിയാണെങ്കിൽ അദ്ദേഹം വലിയൊരു ചതി തന്നെയാണ് സുധിയോട് ചെയ്തത്. സുധിയോടും കുടുംബത്തോടൊക്കെ ഇങ്ങനെയാണോ ഈ മനുഷ്യൻ ചെയ്യേണ്ടത്? സുധി എത്ര ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് ഈ മനുഷ്യനെ സ്നേഹിച്ചത്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമ്പോൾ ഇമേജ് എനിക്ക് വീണ്ടെടുക്കണം, അതിനു വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസും എടുക്കണം, അതെന്നിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം, അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ എനിക്ക് വരുമാനം വരണം, എൻ്റെ ഇമേജ് വരണം. അതായത് സുധിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ കരഞ്ഞ് നിലവിളിച്ചു, സുധി പോയതിൽ എനിക്ക് വളരെയധികം ദുഃഖമുണ്ട് എന്നുള്ള തരത്തിലൊക്കെ ഇദ്ദേഹം അങ്ങ് വരുത്തി തീർക്കുകയാണെന്ന്. ഒരു മനുഷ്യൻ ഇങ്ങനെയൊക്കെ ആകാൻ കഴിയോ? ഇത്രയും വലിയ ക്രൂരനാണോ ഇദ്ദേഹം? ഞാൻ വിചാരിച്ചത് ഈ മനുഷ്യൻ ഈ ഫ്ലോറിൽ പറയുന്ന ആൾക്കാരോട് കാണിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയനുസരിച്ച് ഇദ്ദേഹം വളരെയധികം
മോശമായ ഒരു വ്യക്തിയാണെന്നാണ് ഈ ജിനീഷ് എന്ന് പറയുന്ന വ്യക്തി. ജിനീഷ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വന്തം ചേട്ടനെ പോലെ ബഹുമാനിക്കുകയും ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയയുമായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഈ ജിനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ജിനീഷിന് എല്ലാ കാര്യങ്ങളും അറിയാം. അങ്ങനെ ജിനീഷ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കും ഇതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒരു പെട്ടെന്നൊരു ദിവസം ഇദ്ദേഹം പറയുകയാണ്, ഇനി നീ ചെയ്യേണ്ട, ഇനി വേറെ ആൾ ചെയ്തോളും, ഇല്ല ഞാൻ ചെയ്തോളും എന്ന് പറഞ്ഞിട്ട് ഇത് തിരിച്ചു വാങ്ങിക്കുകയാണ്. അങ്ങനെ അത് തിരിച്ചു വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തിന് നിരന്തരമായിട്ട് ഒരുപാട് തെറി കമൻറ്റുകൾ വരാൻ തുടങ്ങി. അപ്പോൾ ജിനേഷ് പറയുന്നുണ്ട്, ചേട്ടാ ഞാനുള്ളപ്പോഴും തെറി കമൻറ്റ് വരാറുണ്ട്, അങ്ങയുടെ കോമഡി കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് കണ്ടിട്ട് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അവർ ഒരുപാട് പേര് എനിക്ക് ഇതുപോലെ മോശമായ കമൻറ്റ് ഇടാറുണ്ട്, ഞാൻ ആ കമൻറ്റൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യാറ് എന്ന് ഈ ജിനേഷ് പറയുന്നു. ഈ ഡിലീറ്റ് ചെയ്യാൻ ഈ ബിനു അടിമാലിക്ക് സമയമില്ല, അതുകൊണ്ട് ഇതിങ്ങനെ കുന്നുകൂടി കിടക്കുകയാണ്. ഈ മനുഷ്യൻ ഈ സ്റ്റാർ മാജിക് എന്ന് കാണിക്കുന്ന ബോറ് പരിപാടിക്ക് നമ്മളൊക്കെ ചിരിച്ചു കൊടുക്കണം എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു വക നിവൃത്തി ഉണ്ടെങ്കിൽ ഇവനെ സ്റ്റാർ മാജിക്കിൽ നിർത്തരുത്. ഇങ്ങനെ ബിനു അടിമാലിയുടെ ഈ ഫേസ്ബുക്ക് ഹാക്കാവുകയാണ്. ഹാക്കായി കഴിഞ്ഞതിന് ശേഷം ഈ ജിനീഷിൻ്റെ പേരിലാണ് ഇദ്ദേഹം കൊണ്ടുപോയിട്ട് കംപ്ലൈൻറ്റ് ചെയ്യുന്നത്. കംപ്ലൈൻറ്റ് ചെയ്തതിന് ശേഷം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. പോലീസുകാരോട് ഇദ്ദേഹം സംഭവം എല്ലാം പറയുന്നു, കാരണം ഞാൻ ഹാക്ക് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല എന്നാണ് ഈ ജിനീഷ് പറഞ്ഞത്. ഏതായാലും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അത് തിരിച്ചു കിട്ടുകയും ചെയ്തു. തിരിച്ചു കിട്ടിയതിന് ശേഷം ഈ ദേഷ്യം ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ നല്ല രീതിയിലുണ്ട്. ദേഷ്യം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിനു അടിമാലിയുടെ ഒരു സുഹൃത്തിന് ഇദ്ദേഹം ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. അതായത് ഞാൻ മാത്രം മതി എൻ്റെ നാട്ടിൽ സ്റ്റാർ, മറ്റൊരു സ്റ്റാറിന് വേണ്ട, മറ്റൊരാൾക്ക് ഇനി യൂട്യൂബ് ചാനൽ വേണ്ട എന്നാണ് ഇദ്ദേഹത്തിൻ്റെ നിലപാട്. ആരുടെ? നമ്മളെ ബിനു അടിമാലിയുടെ. സ്വന്തം സുഹൃത്തിന് ചാനലൊന്നും വേണ്ട, അവൻ അവിടെ നിന്നോട്ടെ, ഞാൻ മാത്രം മതി ഇവിടെ ഫേമസ്, അതാണ് ബിനു അടിമാലിയുടെ നിയമം. അങ്ങനെ ബിനു അടിമാലിയും ഈ ജിനീഷ് എന്ന് പറഞ്ഞവനും ഈ ഫ്ലവേഴ്സ് ചാനലിൻ്റെ എന്തോ ഒരു ഷൂട്ടിന് പോയപ്പോഴേ ഇദ്ദേഹത്തെ വലിച്ചിഴച്ച് റൂമിലേക്ക് കൊണ്ടുപോയിട്ട് മർദ്ദിക്കുകയും ഇദ്ദേഹത്തിൻ്റെ 8 ലക്ഷം രൂപ വില വരുന്ന ക്യാമറ എറിഞ്ഞ് തകർക്കുകയും ചെയ്തു. അങ്ങനെ ഭയങ്കര പ്രശ്നമായി. അന്നത്തെ ദിവസം അവിടെയുള്ള ക്രൂ മെമ്പേഴ്സൊക്കെ കൂടിയിട്ട് വാതിൽ ചവിട്ടിപ്പൊളിച്ചാണ് ബിനു അടിമാലിയിൽ നിന്നും ഈ മനുഷ്യനെ രക്ഷിച്ചത്. അതിനുശേഷം ഈ മനുഷ്യൻ ഹോസ്പിറ്റലിൽ പോയി കിടന്നു. പക്ഷേ ചാനലുകാർ അവിടെ എത്തിയിട്ട് പറഞ്ഞു, മോനെ ഇത് കേസാക്കരുത്, ഇത് കേസായി കഴിഞ്ഞാൽ ചാനലിൻ്റെ ഇത് പോകും, ചാനലിൻ്റെ പ്രശ്നം വരും, അതുകൊണ്ട് തന്നെ ഇത് കേസാക്കണ്ട, ഇതിനെന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളങ്ങ് ചെയ്തു തരാം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ക്യാമറ റെഡിയാക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു. അതിൻ്റെ ബില്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നോക്കുമ്പോഴേക്ക് അതിന് പഴയ ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല. 8 ലക്ഷം രൂപയുടെ ക്യാമറയാണ്. ഏതായാലും ബിനു അടിമാലി അത് വാങ്ങിച്ചു കൊടുക്കണം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ ഡിമാൻഡ്. അങ്ങനെ ബിനു അടിമാലി അതിനെ പറ്റിയിട്ട് പിന്നെ സംസാരിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഇപ്പോൾ കേസ് കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിനെ മർദ്ദിച്ചതും അന്നേ ഒരു കേസ് ഉണ്ടായിരുന്നു, പിന്നെ വീണ്ടും കേസൊക്കെ കൊണ്ട് കൊടുത്തിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിന് ഭീഷണിയാണ്. അതായത് നിന്നെ ഞാൻ അങ്ങനെയാക്കി കളിയും ഇങ്ങനെയാക്കി കളിയും, എനിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, ഒരുപാട് ടീമുകളുമായിട്ട് ബന്ധങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മനുഷ്യനെ നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയാണ്. അപ്പോൾ കോമഡി താരമല്ലേ, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് ആൾക്കാരുമായിട്ട് ബന്ധമുണ്ടാകാം, ഒരുപാട് ആൾക്കാരുമായിട്ട് പിന്നെ എന്താ പറയുക പരിചയമുണ്ടാകാം. ഇവനൊക്കെ ഇങ്ങനെ കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അങ്ങനെ ഇവനെ സ്റ്റാർ മാജിക്കിൽ നിന്ന് പുറത്താക്കി 2 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. 2 മാസമല്ല ഇവനെ ചെയ്യേണ്ടത്, ഇവനെ സ്റ്റാർ മാജിക്കിനെ പുറത്താക്കുകയാണ് വേണ്ടത്. ഇത്രയും തെണ്ടിത്തരം കളിക്കുന്നവനെ പിന്നെ അതിൻ്റെ അകത്ത് നിർത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഏതായാലും അത് കഴിഞ്ഞതിന് ശേഷം ഇവൻ പോയി കരഞ്ഞ് കാല് പിടിച്ച് അവർ വീണ്ടും കയറ്റി എന്നാണ് പറയുന്നത്. ഇവന്മാർക്കെല്ലാം കുറച്ച് എളുപ്പമുണ്ടോ? ഇവൻ പോയി കഴിഞ്ഞാൽ എന്താ ഈ പരിപാടി നടക്കില്ലേ? അല്ലെങ്കിലേ ഇവനുള്ള ചളി ലോകത്താരും കാണാറില്ല. പിന്നെ എന്താണ് ഈ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇദ്ദേഹത്തിന് ഒരിക്കലും കൊല്ലം സുധീനെ പറ്റിച്ചതിന് ഒരിക്കലും മാപ്പില്ല. പിന്നെ ആ മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ വികൃതമായ മുഖത്തിൻ്റെ വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ടാണ് ഇവൻ നോക്കിയത്. പക്ഷേ മഹേഷ് പറഞ്ഞു, ചേട്ടാ വീഡിയോ ഇടരുത്. ഒരു പക്ഷേ മഹേഷും പോയിട്ടുണ്ടെങ്കിൽ മഹേഷിനെയും വെച്ചിട്ട് ഇദ്ദേഹം മുതലെടുത്തേനെ. അങ്ങനെ ആ വീഡിയോ ഇടാതെ ഫോട്ടോ മാത്രം നിങ്ങൾ ഇട്ടോ, കാരണം അതുപോലും ഇടാൻ പാടില്ല. എന്തിനാണ് ആ മനുഷ്യൻ്റെ ഫോട്ടോ ഇടുന്നത്? ആ മനുഷ്യൻ മുഖം തകർന്നിരിക്കുന്ന ആ മനുഷ്യൻ്റെ ഫോട്ടോ ഇദ്ദേഹമാണ് ആദ്യമായി പ്രചരിപ്പിച്ചത്, വേറെ ആരുമല്ല. വേറെ ആരും ഫോട്ടോ ഒന്നും എടുക്കാൻ പോകില്ല. ഒരുത്തനയുടെ അത്യാസന്ന നിലയിൽ വളരെയധികം വിഷമത്തോടുകൂടി കഴിയുമ്പോൾ അവൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് എഡിറ്റിങ്ങും ചെയ്തു വന്നിട്ട് ഇത് അപ്ലോഡ് ചെയ്യുമ്പോനെ എൻ്റെ ഇമേജ് മാത്രം, മറ്റവന്മാർ എന്തായാലും കുഴപ്പമില്ല, ശ്രുതി മരിച്ചാലും കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, എൻ്റെ ഇമേജ് സംരക്ഷിക്കണം, ഇതിലൂടെ എനിക്ക് പോസിറ്റീവ് ഇമേജ് ഉണ്ടാക്കണം.
അതായത് ഇദ്ദേഹം കുറേ നാളായി തുടങ്ങിയിട്ട് ഈ ബോഡി ഷെയ്മിങ്, അതായത് സന്തോഷ് പണ്ഡിത്തിനെ ചൊറിഞ്ഞത് മുതൽ ഇദ്ദേഹത്തിന് കഷ്ടകാലമാണ്. എല്ലാവരെയും ബോഡി ഷെയ്മിങ്ങും അതും ഇതൊക്കെ ആക്കിയിട്ട് മറ്റുള്ളവരുടെ വിഷമമൊന്നും മനസ്സിലാക്കാതെ ഇദ്ദേഹം ഇങ്ങനെ നിരന്തരമായി പറയുമ്പോഴേ ഈ സന്തോഷ് പണ്ഡിത്ത് എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് ഇവിടെ പ്രതികരിച്ചത്. അദ്ദേഹം വിട്ടുകൊടുത്തില്ല. അദ്ദേഹം നല്ല രീതിയിൽ ചാനൽ എന്ന് പറഞ്ഞു, ഇവനെ പോലെയുള്ളവനോട് മറുപടി പറയാൻ എന്നെ കൊണ്ടുവരരുതെന്ന്. മഞ്ജു പത്രോസും അതുപോലെ തന്നെ പറഞ്ഞു. മഞ്ജു പത്രോസിനെ ഇതിനിടയ്ക്ക് ഒരു അഭിമുഖത്തിൽ മഞ്ജു പത്രോസ് പറയുക, അയ്യോ ബിനിച്ചേട്ടൻ എന്നോട് ദേഷ്യമായിരിക്കുന്നു, ഇവനെ ബിനിച്ചേട്ടൻ എന്നോട് ദേഷ്യമായിരിക്കുന്നു. എന്ത് വർത്താനാ മഞ്ജു പറയുന്നത്? അതായത് ഒരു മനുഷ്യനെ ഇത്രയും വളരെയധികം മോശമായി തരം താഴ്ത്തി സംസാരിക്കുന്ന ഒരു വ്യക്തിയോട് ഇതുപോലെ പെരുമാറാൻ പാടുള്ളൂ. ഇതിൽ കൂടുതലൊന്നും അദ്ദേഹം അർഹിക്കുന്നില്ല എന്നുള്ളതാണ്. എന്ത് തണ്ടിത്തരം കളിച്ചിട്ടും എൻ്റെ ഇമേജ്, എൻ്റെ കുടുംബം, എൻ്റെ ഇമേജ്, എൻ്റെ പണം, എൻ്റെ വണ്ടി, ഇത് മാത്രമാണ് പിന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ലക്ഷ്യം എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് പോയിൻ്റെയാണ്. എന്തൊക്കെ ആയി കഴിഞ്ഞാലും വളരെ മോശമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത്. നന്ദി, നമസ്കാരം.